ഏഷ്യൻ ഫുട്ബോളിന്റെ ആകെ പ്രതീക്ഷയായി മാറാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ജപ്പാൻ കോച്ച് ഹാജിമി മൊറിയാസു പറയുന്നത്. ഏഷ്യൻ ടീമുകളുടെ മോശം പ്രകടനം അദ്ദേഹത്തെയും നിരാശപ്പെടുത്തുന്നുണ്ട്. സ്വീഡനുമായി 1-1 സമനില വഴങ്ങിയ ശേഷം ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ റൗണ്ട് ഓഫ് 32-ൽ സ്ഥാനം ഉറപ്പിച്ചത്. 2ാം റൗണ്ടിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെയാണ് സമുറായ് ബ്ലൂ ഇനി നേരിടേണ്ടത്. സ്വന്തം രാജ്യത്തിന്റെ മാത്രമല്ല ഏഷ്യൻ വൻകരയുടെ മുഴുവൻ അഭിലാഷങ്ങളും അവർ ചുമലിലേറ്റുന്നുണ്ട്. ജപ്പാനോട് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടു നടന്നൊരു രാജ്യമാണ് ചൈന. എന്നാൽ ടുണീഷ്യക്കെതിരായ ജപ്പാന്റെ 4-0 തകർപ്പൻ ജയം ഷാങ്ഹായിലെ ചൈനീസ് ഫുട്ബോൾ ആരാധകർ ആഘോഷിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പറക്കുന്നുണ്ട്. രാഷ്ട്രീയമായ പകപോക്കലൊക്കെ മാറ്റിവെച്ച് ഏഷ്യയിലെ സ്വന്തം ടീമുകളൊന്നിന്റെ വിജയം ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായി ദിവസങ്ങൾക്ക് ശേഷമാണ് മൊറിയാസുവിന്റെ ഇപ്പോഴത്തെ പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ്. ഞങ്ങൾ ജപ്പാൻ എന്ന രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനവുമുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ തീർച്ചയായും ഞങ്ങൾ ഏഷ്യയെ അപ്പാടെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ലോകകപ്പിൽ മറ്റ് ഏഷ്യൻ ടീമുകൾ പ്രതീക്ഷിച്ച പോലെ വിജയകരമല്ലെന്ന് എനിക്കറിയാം. മറ്റ് ഏഷ്യൻ ടീമുകളെയും പ്രചോദിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾ അവരുടെ പ്രതീക്ഷയായി മാറാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മൊറിയാസു പറഞ്ഞു നിർത്തുന്നത്. ലോകകപ്പ് സെമിഫൈനലിൽ എത്തിയ ഏക ഏഷ്യൻ ടീമായ ദക്ഷിണ കൊറിയ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ക്യാപ്റ്റൻ സൺ ഹ്യൂങ് മിൻ ഇല്ലാതെ വളരെ ദുർബലമായ ഒരു ടീമിനെ കളത്തിലിറക്കിയതിന് വലിയ വില നൽകേണ്ടി വന്നിരുന്നു. ജപ്പാനൊപ്പം ഓസ്ട്രേലിയയാണ് നോക്കൌട്ട് റൗണ്ടുകളിലേക്ക് മുന്നേറിയ 2ാമത്തെ ടീം. ദക്ഷിണ കൊറിയ, സൗദി അറേബ്യ, ഇറാൻ, ജോർദാൻ, ഖത്തർ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ ഏഷ്യൻ ടീമുകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു.